റോഡ് പൂട്ടിയിട്ടാണ് സമരം തുടങ്ങിയത്. സമരം ശക്തമാക്കുകയാണ്. സംഘരം ആളിപ്പെട്ട ജനസാഗരം അണിനിരക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ജനങ്ങളെ കൊള്ളയടിക്കെതിരെ ശക്തമായ ജനകീയ സമരം തന്നെയാണ്. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. MLA അടക്കമുള്ള ജനകീയ നേതാക്കന്മാരെ എടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു കൊള്ളയടിക്ക് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം തന്നെയാണ് ജനകീയമായി സംഘടിപ്പിച്ചത്. തീർച്ചയായും ഇതിന് മുമ്പും സമരം നടത്തിയിരുന്നു. സമരം ഇനി ഒരിക്കലും ഞങ്ങൾ പിന്നോട്ടില്ല. കാരണം ഇത് അവസാനിപ്പിക്കണം. കൊള്ളയടിക്ക് ശക്തമായ താക്കീത് തന്നെയാണ്. ജനകീയമായി സമരം നടത്തുകയാണ്. ടോൾ പിരിവിനെതിരെ, കൊള്ളയടിക്കെതിരെ MLA അടക്കമുള്ള ആൾക്കാർ സമരപന്തലിലാണ്. സമരശക്തമാണ് സമരം. ഇത് ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല. കൊള്ളയടിക്കെതിരെ കേന്ദ്ര ഗവൺമെന്റിന്റെ ശക്തമായ പ്രതിഷേധം ആളിപ്പെടുകയാണ്. പ്രതിഷേധമാളിപ്പെടുന്നു. കുമ്പളയിൽ ടോൾ പിരിവിനെതിരെ ശക്തമായ പ്രതിഷേധം. വണ്ടിയൊക്കെ തടഞ്ഞുകൊണ്ടാണ് സമരം നടത്തുന്നത്. സമരം വൻ വിജയകരമാണ്. കാരണം ടോൾ അവസാനിപ്പിക്കണം. ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന മുദ്രാവാക്യം തന്നെയാണ് ജനകീയമായി സമരം നടത്തുന്നത്. ജനങ്ങളിൽ നിന്ന് ടാക്സ് പിരിവ് ചെയ്ത് അതിനുപരി ടോൾ പിരിവിച്ച ജനങ്ങളെ കൊള്ളയടിക്കുന്ന നീതിയാണ് നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ആളിപ്പെടുന്നിട്ടുള്ളത്. മസ്റഫ് സാർ എത്തിയിട്ടുണ്ട്. മസ്റഫ് സാർ ജനങ്ങളെ കൊള്ളയടിക്കെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയായി MLA അടക്കമുള്ള ആൾക്ക് ജനകീയ നേതാക്കന്മാർ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കൊള്ളയടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ്. കുമ്പളയിൽ ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ഇതിനു മുമ്പ് സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ കൊള്ളയടി അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യത്തിന് ജനനായകനായി മസ്റഫ് സാർ എത്തിയിട്ടുണ്ട്. ടോൾ പിരിവിനെതിരെ ശക്തമായ പ്രതിഷേധമാണ്. കൊള്ളയടി അവസാനിപ്പിക്കണം. ടോൾ പിരിവ് കിലോമീറ്റർ അകലെ പോലും ടോൾ പിരിവ് നടത്തുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് ആൾപ്പെടുന്നത്. ജനങ്ങളെ കൊള്ളയടിക്കെതിരെ ശക്തമായ പ്രതിഷേധം. ജനകീയ സമരമാണ് ഇപ്പോൾ കുമ്പളയിൽ ടോൾ പിരിവിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളയടി അവസാനിപ്പിക്കുക, കൊള്ളയടി അവസാനിപ്പിക്കുക. കള്ളന്മാരെ സർക്കാർ, ജനങ്ങളെ കൊള്ളയടിക്കുന്ന കള്ളന്മാരാണ് സർക്കാർ. കിലോമീറ്റർ 60